ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ആട്ടി അടിച്ചു വിട്ടു, ഓടിച്ചിട്ട് അടിച്ചു എന്നൊക്കെ ഇന്നത്തെ മത്സരത്തെ വിശേഷിപ്പിക്കേണ്ടി വരും. പറഞ്ഞു വരുന്നത് അർജന്റീനയും ബ്രസീലും തമ്മിൽ വെച്ചുകൊണ്ട് ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തെക്കുറിച്ചാണ്. ഒന്നിനെതിരെ 4 ഗോളുകൾക്ക് ബ്രസീലിനെ നാണം കെടുത്തി വിടാൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അർജന്റീനയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത്. മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും ബ്രസീലിനെ തിരിച്ചു വരാൻ അർജന്റീന അനുവദിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. 1-ാം മിനിറ്റ് മുതൽ അവസാന മിനിറ്റ് വരെ അർജന്റീനയുടെ ഒരു സമ്പൂർണ്ണ ആധിപത്യം കണ്ട ഒരു മത്സരമാണ് ഇപ്പോൾ അവസാനിച്ചിട്ടുള്ളത്. ക്രിസ്ത്യൻ റൊമേറോയുടെ ഒരു പിഴവ് മാറ്റി നിർത്തിയാൽ ഈ മത്സരത്തിൽ അർജന്റീന നടത്തിയ ആ ഒരു പ്രകടനം അത് അത്ഭുതകരമായ ഒന്ന് തന്നെയാണ്. ഒന്നിനെതിരെ 4 ഗോളുകൾക്കാണ് ബ്രസീൽ ഇപ്പോൾ തല താഴ്ത്തി മടങ്ങിയിട്ടുള്ളത്. മത്സരത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 4-ാമത്തെ മിനിറ്റിൽ ഹൂലിയൻ ആൽവരസിലൂടെ അർജന്റീന ലീഡ് എടുക്കുകയായിരുന്നു. തിയാഗോ അൽമേഡയാണ് അതിന് അസിസ്റ്റ് നൽകിയത്. ടീമിന്റെ ഒരു പ്ലേ ആണ്. വളരെ കൃത്യമായി കൊണ്ട് അത് ഫിനിഷ് ചെയ്യാൻ ഹൂലിയൻ ആൽവരസിന് കഴിഞ്ഞു. അവിടം കൊണ്ട് അവസാനിച്ചില്ല. 12-ാമത്തെ മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസിന്റെ ഗോൾ പിറന്നു. നെഹുവേൽ മൊളീനയുടെ ആ ഒരു ക്രോസ് അത് എൻസോ കൃത്യമായി ഫിനിഷ് ചെയ്യുകയായിരുന്നു. ബ്രസീലിന്റെ ഗോൾ കീപ്പറായ ബെൻഡോക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം നിഷ്പ്രഭനായി പോയി എന്നുള്ളതാണ്. എന്നാൽ 26-ാമത്തെ മിനിറ്റിൽ ബ്രസീലിന് ഒരൽപ്പം ആശ്വാസമൊക്കെ നൽകിക്കൊണ്ട് മാത്യൂസ് കുഞ്ഞ ഒരു ഗോൾ തിരിച്ചടിച്ചു. യഥാർത്ഥത്തിൽ ആ ഗോൾ അർജന്റീന ദാനം ചെയ്തതാണ്. ക്രിസ്ത്യൻ റൊമേറോയുടെ പിഴവാണ് അതിന് കാരണമായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മിസ്റ്റേക്കിൽ നിന്നാണ് കുഞ്ഞ ഗോൾ നേടിയത്. പക്ഷെ 37-ാമത്തെ മിനിറ്റിൽ അലക്സിസ് മാക്കാലിസ്റ്റർ ഗോൾ കണ്ടെത്തുകയായിരുന്നു. എൻസോ ഫെർണാണ്ടസ് ആണ് അതിന് അസിസ്റ്റ് നൽകിയത്. അദ്ദേഹത്തിന്റെ ആ ഒരു പാസിൽ നിന്ന് മാക്കാലിസ്റ്റർ ഗോൾ കണ്ടെത്തി. അവിടെയും ബെൻഡോയുടെ ഒരു പിഴവ് എടുത്തു പറയേണ്ടതാണ്. ബ്രസീലിന്റെ പ്രതിരോധ നിര വളരെ മോശമായിരുന്നു. ഈ 3 ഗോളുകളും വഴങ്ങുമ്പോൾ ബ്രസീലിന്റെ പ്രതിരോധ നിര നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആദ്യ പകുതിയിൽ 1-നെതിരെ 3 ഗോളുകൾക്ക് അർജന്റീന മുന്നിട്ട് നിന്നു എന്നുള്ളതാണ്. മത്സരത്തിനിടയിൽ ചില കയ്യാങ്കളികളൊക്കെ ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമാണ്. കാരണം ഈ മത്സരത്തിന് മുന്നേ നടന്ന വാക്ക് തർക്കങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. 2-ാം പകുതിയിലേക്ക് വരുമ്പോൾ ഡൊറിവാൽ ജൂനിയർ കൂടുതൽ മാറ്റങ്ങൾ നടത്തി നോക്കി. എന്നാൽ അതൊന്നും ഫലം കണ്ടില്ല എന്നുള്ളതാണ് വസ്തുത. 71-ാമത്തെ മിനിറ്റിൽ ജൂലിയാനോ സിമിയോണിയുടെ ഗോൾ പിറന്നു. ടാഗ്ലിയോഫിക്കോയുടെ ഒരു ക്രോസ് ആയിരുന്നു. ബ്രസീലിന്റെ ഡിഫൻസ് ഒന്നടങ്കം നോക്കി നിന്നു. ജൂലിയാനോ സിമിയോണി ഒരു കിടിലൻ ഷോട്ട് എടുക്കുന്നു. ടൈറ്റ് ആംഗിളിൽ നിന്നുള്ള ഷോട്ടാണ്. പക്ഷെ അത് ബ്രസീലിന്റെ വല തുളച്ചു. അങ്ങനെയാണ് 1-നെതിരെ 4 ഗോളുകൾക്ക് ഈ മത്സരത്തിൽ ഇപ്പോൾ അർജന്റീന വിജയിച്ചിട്ടുള്ളത്. സമ്പൂർണ്ണ ആധിപത്യമാണ് അർജന്റീന പുലർത്തിയിട്ടുള്ളത്. ഈ മത്സരത്തിന് മുന്നേ തന്നെ വേൾഡ് കപ്പിന് യോഗ്യത നേടാൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞിരുന്നു. കാരണം ബൊളീവിയയും ഉറുഗ്വേയും തമ്മിലുള്ള മത്സരം സമനിലയിൽ കലാശിച്ചിരുന്നു. ഏതായാലും വളരെയധികം ആധികാരികമായ ഒരു വിജയത്തോടു കൂടിയാണ് 2026 വേൾഡ് കപ്പിന് ഇപ്പോൾ അർജന്റീന യോഗ്യത ഉറപ്പാക്കിയിട്ടുള്ളത്. അതേസമയം ബ്രസീൽ ആവട്ടെ ഏറ്റവും നാണം കെട്ട ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.